PMC അന്നത്തെ ഒരു സാഹചര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ PM3യുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇടത് സർക്കാർ ആദ്യം മുതൽ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരാണ്. NEP കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. NEP നടപ്പിലാക്കില്ല എന്ന് കേന്ദ്രമന്ത്രിയോട് നേരിട്ടും പറഞ്ഞത് കേരളം മാത്രമാണ്. കേന്ദ്ര ഗവൺമെൻറ് പാഠപുസ്തകങ്ങളിൽ അവർക്ക് ഇഷ്ടം പോലെ ഒരു ചരിത്രത്തെ മറച്ചു വെച്ചുകൊണ്ട് ഉള്ള പാഠപുസ്തകം ഇറക്കിയപ്പോൾ അതിന് ബദലായിട്ടൊരു പാഠപുസ്തകം ഇറക്കിയ സംസ്ഥാനം കേരളം മാത്രമാണ്. ഞാനത് ദീർഘിപ്പിച്ച് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അതിനൊക്കെ നയമുണ്ട്. പക്ഷേ SSK വട്ടിനെത്തി കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ നമുക്ക് എന്തിന് നഷ്ടപ്പെട്ടു? അത് നഷ്ടപ്പെടേണ്ടെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് താൽക്കാലികമായിട്ട് ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെയാണ് ഒപ്പിട്ട് കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഒപ്പിട്ട് അതിനു വേണ്ടിയാണ് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ CP സത്യസന്ധമായിട്ട് കാര്യങ്ങളാണല്ലോ ഇത്. CPയിൽ അസംതൃപ്തി ഉണ്ടായി, അത് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടായി. ആ ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടായപ്പോൾ ഉടനെ തന്നെ ഈ PM3 പദ്ധതി ഇനി കേരളത്തിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കെപ്റ്റ് ഇൻ അബൈൻസിൽ വയ്ക്കാൻ വേണ്ടി അന്നത്തെ സെക്രട്ടറി കേന്ദ്ര ഗവൺമെൻറ് കത്തെഴുതി. അന്നത്തെ മന്ത്രി എന്നുള്ള നിലയിൽ ഞാനും കത്തെഴുതി. സ്വാഭാവിക മന്ത്രി എന്നുള്ള നിലയിൽ DO ലെറ്ററായിരുന്നു. അതേസമയത്ത് ഗവൺമെൻറ് സെക്രട്ടറി എഴുതിയിട്ടുള്ളതായിരിക്കുമല്ലോ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഫയലിൽ നിന്ന് എടുത്തത് വായിച്ചു നോക്കണം. അത് ഫയലിലുണ്ട് അവിടെ. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധപ്പെടാത്തത് കൊണ്ടാണ്. ഇപ്പോൾ തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഒരു അഭിപ്രായം, മുഖ്യമന്ത്രി ആയ ശേഷം വേറൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇതിൽ ലീഗ് നേതൃത്വത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം വളരെ ശക്തമായി ഇത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് ലീഗ് നേതൃത്വം പറയുകയും അത് BJP ആയിട്ട് എന്തോ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണെന്നുള്ള ആക്ഷേപം ഉന്നയിക്കുകയും ലീഗ് നേതൃത്വം ചെയ്തതാണ്. ഇന്നിപ്പോൾ ആ ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും മിണ്ടുന്നില്ല. ഷാജി ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയായി ചുമതല എടുത്ത് പ്രവർത്തിക്കുന്ന ഷാജിയല്ല പരസ്യമായി ഇവർ കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രശ്നമില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ UDFൻ്റെ നയം ഞങ്ങൾക്ക് അറിയേണ്ടത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു നയം, തെരഞ്ഞെടുപ്പിന് ശേഷം അവർ വിജയിച്ച് ഗവൺമെൻറ് രൂപീകരിച്ച ശേഷം വേറൊരു നയം, അങ്ങനെ രണ്ട് നയം ഒരു മാസത്തിനുള്ളിൽ ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. മറ്റൊരു കാര്യം, തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ഭരണ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ LDFിൻ്റെ നേതൃത്വത്തിലുള്ള മാർച്ചൊക്കെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെടണം. പൊതുജനങ്ങൾക്ക് കോർപ്പറേഷൻ ഓഫീസിൽ വരുന്നതിന് വേണ്ടി കഴിയുന്നില്ല, ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി കഴിയുന്നില്ല. ഒരു വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് കോർപ്പറേഷൻ ഓഫീസിൻ്റെ പരിസരത്ത് ഉള്ളത്. പ്രത്യേകിച്ച് ഭീഷണി അടക്കം ഒന്നിപ്പോൾ ഉണ്ടെന്നുള്ളതാണ് അവിടുത്തെ കൗൺസിലർമാരൊക്കെ തന്നെ പറയുന്നത്. അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.